നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ പാലക്കാട് നിന്ന് നിലമ്പൂർ, ഗൂഡല്ലൂർ, മുതുമലൈ നാഷണൽ പാർക്ക് വഴി മൈസൂരിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്ന ഒരു ഫാമിലി ട്രിപ്പാണ് കേട്ടോ. അന്നത്തെ പശ്ചിമഘട്ടത്തിൻ്റെ സൗന്ദര്യവും വന്യജീവികളുടെ കാഴ്ചകളും സമ്മാനിക്കുന്ന ഈ പാതയിലൂടെയുള്ള യാത്ര തീർച്ചയായും അവിസ്മരണീയമായിരിക്കും. അപ്പോൾ മൈസൂരിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ പാലക്കാടൊക്കെ വിട്ട് നേരെ നിലമ്പൂർ കഴിഞ്ഞ് വഴിക്കടവ് എത്താനായിട്ട് ചുങ്കത്തറ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഹിൽസാണ്. വഴിക്കടവ് കഴിഞ്ഞാൽ പിന്നെ ഗൂഡല്ലൂർ വരെ ഒരു ചെറിയൊരു ഹിൽസൊക്കെയാണ്. എക്സ്കർഷൻ സീസൺ ആയത് കാരണം ബസ്സുകളുടെ സ്കൂൾ ട്രിപ്പുകളുടെ ഒക്കെ തിരക്കുണ്ടാ. ബസ്സുകൾ മൈസൂരൊക്കെ എത്തുമ്പോഴേക്കും ഈ സ്കൂൾ പിള്ളേരുടെ തന്നെ നല്ല തിരക്കുണ്ടാവും. നമ്മൾ വഴിക്കടവ് ടൗണിലെത്തിയിട്ടുണ്ട് കേട്ടോ. വഴിക്കടവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഹിൽസായി ആ കാണുന്ന മലയൊക്കെ കയറി ഗൂഡല്ലൂരെത്തണം. ബസ്സുകളുടെ തിരക്കാണ്, സ്കൂൾ ബസ്സുകളുടെ തിരക്കാണ്. ഇതികളുടെ ഒക്കെ ബാക്കിൽ ഇങ്ങനെ പിടിച്ച് പോകാം. അവിടെ എത്തുമ്പോഴേക്കും ഒരു സമയമാവുന്നതാണ് തോന്നുന്നത്. ഇതുപോലത്തെ ഇപ്പോൾ ഒരു 100 കണക്കിന് ബസ്സുകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറേ ബസ്സുകളിനൊക്കെ അങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ കേട്ടോ. അല്ലാണ്ട് രക്ഷയില്ല. അതുകളുടെ ക്യൂവിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ എത്തില്ല. ഇനി ഓവർടേക്ക് ചെയ്തു. ഇപ്പം നമ്മളവിടെ പോയാൽ നമുക്ക് റൂമൊക്കെ കിട്ടുമെന്നുള്ളതാണ്. മൈസൂരിലേക്ക് പോയാൽ അത്രയും ബസ്സുകളും പിള്ളേരൊക്കെയാണ് പോകുന്നത്. ലോറി ഭ്രാന്തായിട്ട് കണ്ടില്ലേ, ഓവർടേക്ക് ചെയ്യുന്നുണ്ടേ. അവർക്ക് ഭ്രാന്തായി, കാരണം അവർ ലോറി കൊണ്ട് പോകണമല്ലേ, അവർക്ക് ടൈമിന് അവിടെ എത്തണം. ഇത്രയും ബസ്സുകളിനൊക്കെ ഓവർടേക്ക് ചെയ്ത് അവർക്കും പോകണ്ടേ. അങ്ങനെ നമ്മൾ ആ 2 ലോറിനെയും ബസ്സിനൊക്കെ ഓവർടേക്ക് ചെയ്ത് വന്നു. അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. ഫ്രീ ആയിട്ടുണ്ട് റോഡ്. അങ്ങനെ നാടുകാണി ഇതെത്തിയിട്ടുണ്ട് കേട്ടോ. ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ 20 രൂപയായിരുന്നു. ഇപ്പം എത്രയാണ് എന്നുള്ളത് അറിയില്ല. കൊടുത്ത് നോക്കാം. എത്രയാണ് ചോദിച്ചിട്ട് കൊടുക്കും. അങ്ങനെ ഒരു 10 രൂപ കൂടിയിട്ടുണ്ട് കേട്ടോ. 30 രൂപയായിട്ടുണ്ട് ഇപ്പോൾ. നേരത്തെ 20 രൂപയായിരുന്നു. ഒരു തമിഴ്നാട് എൻട്രിക്ക്. നാടുകാണി ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ വയനാടെത്തും. സുൽത്താൻ ബത്തേരി. റൈറ്റ് ഗൂഡല്ലൂർ. നമുക്ക് ഇനി റൈറ്റ്. പതിപോലെ യാത്രയിൽ നമ്മൾ നാടുകാണി ചുരം കഴിഞ്ഞിട്ട് കുറേ നേരമായി ഒരാൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ള അറിയാമല്ലോ. എന്തിനാണ് ഇടവഴിയിൽ നിർത്തുക, അതല്ല വോമിറ്റിങ്, വോമിറ്റിങ് അങ്ങനെയുള്ളതൊക്കെ. നമ്മൾ ഈ ചുരമൊക്കെ കയറി വരുമ്പോൾ ഇത് വലിയ ഹെയർ പിൻ ബെൻസൊന്നുമില്ല, ചെറിയ ബെൻഡുകളൊക്കെ ഉള്ളൂ. പക്ഷേ നമ്മൾ പാലക്കാട് നിന്ന് അവിടെ നിന്ന് ഒരു എത്തുമ്പോഴേക്കും ഫാമിലിയൊക്കെ ചില കുട്ടികളൊക്കെ ഛർദ്ദിക്കാനുള്ളതായി. അപ്പോൾ ഇടവഴിയിലൊന്നും നിർത്തിയതാണ് അല്ലേ. പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ഗൂഡല്ലൂർ ഭാഗങ്ങളിലൊക്കെ അങ്ങനെ എസ്റ്റേറ്റുകളാണ്. ടീ എസ്റ്റേറ്റുകളാണ്. കണ്ടില്ലേ, ഈ 2 സൈഡും റോഡിൻ്റെ 2 സൈഡും നല്ല എസ്റ്റേറ്റുകളാണ്. ടീ, കോഫി. അങ്ങനെ നമ്മൾ ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. മുതുമലൈ കിടക്കാൻ പോകണം കേട്ടോ. മുതുമലൈ ടൈഗർ റിസർവ് വെൽക്കംസ് യു. നല്ല തേക്കിൻ്റെ കാടുകളാണ് അവിടെയൊക്കെ. തേക്കിൻ കാട്. അങ്ങനെ നമ്മൾ മുതുമലയിലേക്ക് കയറിയത് എന്താ മാങ്കൂട്ടങ്ങൾ ഇതാട്ടാ. നമുക്ക് കാണണ്ടെന്നുള്ള അറിയില്ല. വീഡിയോയിൽ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടാ മാങ്കൂട്ടങ്ങളുണ്ട്. ആ സൈഡ് അങ്ങനെ മാങ്കൂട്ടങ്ങളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടാ കാലത്ത് അത് കുറച്ചും കൂടി നേരത്തെ ആണെങ്കിൽ ഒരു 6 മണിക്കൊക്കെയാണ് വെച്ചൊക്കെ അറിയണ്ട കേട്ടോ. അതൊക്കെ വലിയ കൊമ്പുള്ളത് കണ്ടാ, വലിയ കൊമ്പുള്ളത് കണ്ടാ. ഈ സൈഡാണ് കൂടുതൽ മാന്. ഇപ്പുറത്തെ സൈഡ് കൂടുതൽ പുല്ല് ഏത് ഭാഗത്താണ് ആ ഭാഗത്താണ് കൂടുതലുള്ളത് കേട്ടോ. പിന്നെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ
റോഡിൽ പിന്നെ നിറയെ ഹമ്പുകളുള്ളതുകൊണ്ട് മെല്ലെ പോവുള്ളൂ വണ്ടികളൊക്കെ. അങ്ങനെ മാനുകളെ കണ്ടു. ഇനി കാട്ടുപോത്തും അതുപോലെ തന്നെ കാട്ടുപോത്ത് ഈ ഭാഗത്ത് വരാൻ സാധ്യതയില്ല. ഒരു ആനയും കണ്ടു. ടൈഗർ റിസർവ് ആയതുകൊണ്ട് ഒരു ടൈഗർ ടക്കെന്ന മുമ്പിൽ ചാടിയിരുന്നെങ്കിൽ അല്ലേ. ആനകളെ കണ്ടുട്ടോ. കണ്ടില്ലേ ഇതവിടെ നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ, ഒരുപാട് ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. എന്താ ഇഷ്ടം പോലെ നിറയെ ആനകളുണ്ട്. ചെറിയ ചെറിയ വലിയ കുഞ്ഞു കൊണ്ട് ഇത്തിരി ബാക്കിൽ കേട്ടാ. ആ വണ്ടി ഉണ്ടാ കണ്ടാ, അത് കുറച്ചും കൂടി ബാക്കിൽ ചെറിയ കുഞ്ഞു കുട്ടി അതാണല്ലേ. അതോരിൻ്റെ ഇടയിലൊരു ചെറിയ കുഞ്ഞു കുട്ടിയും കൂടി ഉണ്ട് കേട്ടാ. പോണ്ട പോണ്ട. ചെറിയ കുഞ്ഞു കുട്ടികൾ കണ്ടാ, ഒരു ചെറിയ കുഞ്ഞു കുട്ടി അതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് കണ്ടാ. ഇടയിൽ എന്നാൽ ഇവിടെ ബ്ലോക്ക് ചെയ്യണ്ട നമുക്ക് വണ്ടികൾ. ഫോറസ്റ്റുകാർ വന്നു കഴിഞ്ഞാൽ ആണല്ലേ. ഇടയിൽ ചെറിയ കുഞ്ഞു കുട്ടി, അത് കുട്ടി കളിക്കാണ് തോന്നുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ മാന്യം കണ്ടു, ആനയും കണ്ടു, ആനക്കൂട്ടങ്ങളുടെയും കണ്ടു. ഇനി പോകുമ്പോൾ ഇനി ഉണ്ടാവും ഇഷ്ടം പോലെ ഫോറസ്റ്റുകാരൻ്റെ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ റോഡിൽ നിർത്തുമ്പോഴേ പ്രശ്നമാണ്. അവർ കൂടുതൽ സമയം, അതേപോലെ ഈ ട്രക്കുകളൊക്കെ വരുന്നതുകൊണ്ട് അവർക്ക് ബ്ലോക്ക് ആവേണ്ട പറഞ്ഞിട്ട് കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ല. ഒരു ചെറിയ കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു ആനൻ്റെ കൂട്ടത്തിൻ്റെ ഇടയിൽ. നമുക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഫോറസ്റ്റുകാർ ആരെയും വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല ഫൈന് കിട്ടും. നമ്മുടെ യാത്രയൊക്കെ പിന്നെ അവിടെ മുടങ്ങും. ശാന്തസുന്ദരമായ കാട് കിട്ടാം, നന്നായിട്ടുണ്ട്. എന്താ പറയുക, നല്ല തണുപ്പും അതുപോലെ തന്നെ ഒരു ഒഴിഞ്ഞ ഏരിയയും. റോഡ് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചങ്ങോട്ട് പോയാൽ കർണാടക ബോർഡറാവും. ഇതൊരു തമിഴ്നാട് ബസ് ബാംഗ്ലൂരിലേക്ക്, അതായത് ഇത് ഊട്ടിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ്സാണ്. അപ്പോൾ മൈസൂർ പോയിട്ട് പോകുമായിരിക്കും അല്ലേ. പ്രതിമ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു, നമ്മൾ കണ്ടപ്പോൾ തുമ്പിക്കൈയൊക്കെ അനക്കാൻ തുടങ്ങിയിട്ടാ. ഇത് കുംക്കിയാണ്. ഇത് നമ്മളെ ഇവർ ഫോറസ്റ്റുകാർ ഇവിടെ വളർത്തുന്ന കുംക്കി ആനകളാണ്. അതായത് ഈ കൊമ്പന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ ഒന്ന് മെരുക്കിയെടുക്കാൻ പറ്റിയ ആനകളാണ്. 2-3 അപ്പുറത്തുണ്ട് കേട്ടോ. കുറേ അവിടെ നിറയെ മാനുകളുണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടംപോലെ മാനുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കുംക്കി ആനകൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടില്ല. കുംക്കി ആനകൾ ഈ കാട്ടിൽ നിന്ന് വരുന്ന കൊമ്പന്മാരുണ്ടല്ലോ, ഇത്തിരി വികൃതിയായ കൊമ്പന്മാർ, അതിനെ മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആനകളാണ്. മാനുകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ മുതുമലയിൽ മാനുകളാണ് കൂടുതൽ, ഇഷ്ടംപോലെ വെറൈറ്റി മാനുകളാണ്. ഊട്ടിയിൽ നിന്ന് നമുക്ക് മസ്നഗുഡിക്ക് വരാൻ പറ്റില്ല, കാരണം 1 വേ ആക്കിയിട്ടുണ്ട്. ആ റോഡ് മുഴുവൻ 1 വേ ആക്കിയിട്ടുണ്ട്. പിന്നെ മസ്നഗുഡിയിലുള്ളവർക്ക്, മോയാറിലൊക്കെ ഉള്ളവർക്ക് മാത്രമാണ് അതിൽ കൂടെ നമുക്ക് ഊട്ടി വഴി മസ്നഗുഡിക്ക് വരാൻ പറ്റുള്ളൂ. അല്ലാത്തവർ നമ്മൾ ഇതിൽ തന്നെ പോകണം കേട്ടോ. ഗൂഡല്ലൂർ വന്നിട്ട്, അതായത് ഊട്ടിയിൽ നിന്ന് ഗൂഡല്ലൂർ നമ്മൾ കണ്ടില്ല, ഗൂഡല്ലൂർ വന്നതിന് ശേഷം ഇവിടെ വന്ന് ഈ മുതുമലയിൽ കൂടെ വന്ന് ഇവിടെ തെപ്പാക്കുണ്ട്, അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ്. അവിടെ എത്തുമ്പോൾ പറയാം, പെട്ടെന്ന് മറന്നുപോയി ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോകണം. അപ്പോഴാണ് നമ്മൾ മസ്നഗുഡി എത്തുള്ളൂ കേട്ടോ. മസ്നഗുഡി, മോയർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആ വഴിക്കാണ് വരാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ 1 വേ ആക്കിയിട്ടുണ്ട്. കാരണം ആ ചുരം, മറ്റേ മസ്നഗുഡി ചുരം ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ചുരമാണ്. കുറേ ആക്സിഡൻ്റൊക്കെ ആയ കാരണം അപ്പോൾ എല്ലാം ഇപ്പോൾ ഗൂഡല്ലൂർ വഴി ഇങ്ങനെ വരാൻ പറ്റുള്ളൂ. ഊട്ടിയിലേക്ക് വരുന്നവർ മസ്നഗുഡിക്ക് വരണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നേരെ ഗൂഡല്ലൂർ വരിക. ഗൂഡല്ലൂരിൽ നിന്ന് ഈ തൈപ്പക്കുണ്ട് പറഞ്ഞ സ്ഥലം, തൈപ്പക്കുണ്ട് ആ സ്ഥലത്തിട്ട് അവിടെ നിന്ന് റൈറ്റ്. ഈ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല നമുക്ക് കുറച്ചൊരു 10-15 കിലോമീറ്റർ കൂടുന്നുള്ളൂ. പക്ഷേ നല്ല കാഴ്ചകൾ കാണാം, ഇങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള കാടുകൾ കാണാൻ പറ്റും. മസ്നഗുഡി വഴി ഊട്ടിക്ക് പോകാൻ ഉള്ള റൂട്ടാണിത്. മൈസൂർ 91 കിലോമീറ്റർ. ഇവിടെ നിന്ന് ഇങ്ങനെ
റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഊട്ടിക്ക് പോവാം. പറയില്ല ഈ വീഡിയോയിലൊക്കെ കേട്ടിട്ടില്ല, മസനഗുഡി വഴി ഊട്ടിന്ന്, അത് ഈ റൂട്ടാണ്. ഇവിടെ മറ്റേ ഇതിൻ്റെ നാഷണൽ പാർക്ക് ഇട്ടാ ഇവിടെ നിന്ന് ഇവൻ്റെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാവും. അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പാർക്കിംഗ് ഒക്കെ ചെയ്തിട്ട് വണ്ടി ഇവിടെ ഈ ഭാഗത്തൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ആ ബസ്സുകളിലൊക്കെ ആയിരിക്കും പോണത്. നമ്മൾ നേരെ ഇപ്പോൾ ഊട്ടിക്ക് പോണത് കൊണ്ട് അപ്പം അതിന് സമയമൊന്നുമില്ല. അല്ല സോറി, ഊട്ടിക്കല്ല, മൈസൂരിലേക്ക്. നിറയെ മാനുകളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് അടുത്ത് കുറേ മാനുകളിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ മൊത്തം മാനുകൾ മാത്രമേ ഉള്ളൂ. ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. ഇനി അടുത്ത പണി എന്തെങ്കിലും, ലഞ്ച് വരാൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുകയാണ്. ഇനി എന്താ കലാപരിപാടികൾ ഉണ്ടാ അയവർക്കൊണ്ടേ ഇരിക്കുകയാണ് അവർ. അങ്ങനെ മുതുമലൈ ടൈഗർ റിസർവ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നன்றി, വീണ്ടും വരികേ. കർണാടകയിലേക്ക് കയറി. കർണാടക സ്റ്റേറ്റിലേക്ക് ഇപ്പോൾ കയറണുള്ളൂ കേട്ടോ. നമ്മൾ തമിഴ്നാട് കഴിഞ്ഞു, ഇനി കർണാടക. ഇവിടെയാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത്. വീണ്ടും കർണാടക സ്റ്റേറ്റിലേക്ക് കയറുന്നത് കൊണ്ട് പൈസ കൊടുക്കണം. തമിഴ്നാടിൻ്റെ ഫോറസ്റ്റ് ഇവിടെ കഴിഞ്ഞു. അശന്മാരൊക്കെ ഇവിടെ ഇരിക്കണ്ടല്ലോ. എൻട്രി ഫീ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്ര ഉണ്ടാവുമോ എന്നുള്ള അറിയില്ല. എന്തായാലും ഇപ്പോൾ നാടുകാണിയിൽ നമ്മൾ എൻട്രി മേടിച്ചത് കൊണ്ട് ഇവിടെയും മേടിക്കാതിരിക്കില്ല, മേടിക്കും. വെൽക്കം ടു കർണാടക സ്റ്റേറ്റ്. ഏത് മെയിൻറ്റെയിൻ ലെയിൻ ഡിസിപ്ലിൻ ടോൾ ഫാസ്ടാഗ്. ഫാസ്ടാഗാണ് ഇവിടെ. ഫാസ്ടാഗാണ് കേട്ടോ. പാർക്ക് എൻട്രി ഫീ 20 അല്ലേ, 50. അതേപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അത് നോക്കിയാൽ ലോറിയിൽ നോക്കിയാൽ ഇത് ഓറഞ്ചാണ് നോക്കിയിട്ട്, ഓറഞ്ചാ ഇതൊക്കെയാണ് തോന്നുന്നു. ട്വൻറ്റി ഫാസ്ടാഗ് ആയിട്ട് ശരി. എന്താണ് ഫാസ്ടാഗാണ് കേട്ടോ. എല്ലാം മെല്ലെ 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 മെല്ലെ. രണ്ടാശന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാ ഇവിടെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കർണാടക സ്റ്റേറ്റിലേക്ക് കയറി, കർണാടകയുടെ ഫോറസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട്. സാധാരണ അവിടെ നമ്മൾ ഫാസ്ടാഗ് സ്കാൻ ആയിട്ടില്ല പറഞ്ഞാൽ അവർ നമ്മൾ 20 റുപ്പീസ് മാനുവലായിട്ട് കൊടുക്കുക. പക്ഷേ നമ്മുടെ ഫാസ്ടാഗ് ഓക്കെ ആയി. അപ്പോൾ ഫാസ്ടാഗിൽ നിന്ന് പൈസ പോയി കേട്ടോ. 20 റുപ്യ ഉള്ളൂ. അത് മാന്യമായിട്ടുള്ള ഫീസ്. അത് പണ്ട് മുതലേ അതന്നെ, കുറേ കാലം, എനിക്ക് തോന്നുന്നു 10-20 വർഷമായിട്ട് 20 റുപ്പീസ് തന്നെ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. എല്ലാവിടെയും അങ്ങനെ തന്നെ, എല്ലാ ഫോറസ്റ്റിലും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എൻ്റെ ഒരു ട്രക്ക് അതാ ബൈക്ക് റൈഡേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൈസൂരിൽ നിന്ന് വരുന്നതായിരിക്കും.